ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് യാതൊരു കാര്യമായ അപ്സൈഡ് മൂവോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവോ ഒന്നും കാണിക്കാതെ ഒരു റേഞ്ചിൽ കുറേ കാലം നിൽക്കുന്നതിനെയാണ് നാം സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അതല്ലെങ്കിൽ കൺസോളിഡേറ്റിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റ് ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ സൈഡ് വൈസ് ആയി പോയാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ഏതാനും വർഷങ്ങളോളം നീണ്ടു നിന്നാൽ ഇൻവെസ്റ്റേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ നീണ്ടു നിൽക്കില്ല എന്നാണ് ഉത്തരവെങ്കിൽ ചരിത്രത്തിൽ പല മാർക്കറ്റുകളിലും അങ്ങനെ നീണ്ടു നിന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ജപ്പാന്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കി 225 എടുക്കുക. ജപ്പാനിലെ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് 225 കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ്. ജപ്പാനിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണിത്. 1990 മുതൽ 2012 വരെ നീണ്ട 22 വർഷങ്ങൾ ഈ ഇൻഡെക്സ് അതിന്റെ 36,000 എന്ന ഹൈ 1990 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് താഴോട്ട് മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഒടുവിൽ 8,000 എന്ന ലെവൽ വരെ അത് എത്തുകയുണ്ടായി. അവിടെ നിന്നാണ് വീണ്ടും ഒരു റിക്കവറി ഉണ്ടായത്. ആ റിക്കവറി മെല്ലെ മെല്ലെ വന്ന് 36,000 എത്തിയത് ഈ 2023-24 വർഷങ്ങളിലാണ്. അപ്പോൾ പൊതുവെ ജപ്പാനിൽ ഇത് അറിയപ്പെടുന്നത് ലോസ്റ്റ് ഡെക്കേഡ് എന്നാണ്, അതായത് നഷ്ടപ്പെട്ട ദശാബ്ദങ്ങൾ എന്നാണ് ജപ്പാൻ ജനത ഈ കാലയളവിനെ വിശേഷിപ്പിക്കുന്നത്. ഇതേപോലെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് നമുക്ക് ചൈനയിലും ഉണ്ടായിട്ടുണ്ട്. 2001, 2005 വരെ 4 വർഷങ്ങളിൽ ചൈനയിൽ ഇങ്ങനെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. 2009 മുതൽ 2014 വരെയും ഇതേപോലെ ആ ഒരു 5 വർഷം സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. കൂടാതെ ചൈനയിലെ ഏറ്റവും ലോങ്സ്റ്റ് സൈഡ് വൈസ് മാർക്കറ്റ് 2015 മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോഴും 2007 ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സിന്റെ 5000 എന്നുള്ള ലെവലിൽ എത്താൻ അതിനിനിയും കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത 6 മാസം കൊണ്ടാണ് ചെറിയൊരു റിക്കവറി ചൈനീസ് മാർക്കറ്റിലുണ്ടായത്. കഴിഞ്ഞ 9 വർഷം സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഇതേപോലെ അമേരിക്കൻ ഇൻഡെക്സിലും സംഭവിച്ചിട്ടുണ്ട്. S&P 500 ഇതുപോലെ 2000 മുതൽ 2013 വരെ നീണ്ട 13 വർഷങ്ങൾ സൈഡ് വൈസ് ആയിരുന്നു. 800, 1500 എന്ന ലെവലിലായിരുന്നു അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ടുള്ള S&P 500 ട്രേഡ് ചെയ്തത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1992 മുതൽ 2003 വരെ 11 വർഷങ്ങൾ സൈഡ് വൈസ് ആയിരുന്നു. കാരണം ഹർഷദ് മേത്ത സ്കാമിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ആരും തിരിഞ്ഞു നോക്കാത്തൊരു മാർക്കറ്റായി മാറിയിരുന്നു. അതുപോലെ 2010 മുതൽ 2013 വരെ ആ ലിമാൻ ബ്രദേഴ്സ് കൊളാപ്സിന് ശേഷം ആ 3 വർഷങ്ങൾ 4500, 6300 എന്നുള്ള റേഞ്ചിൽ നിഫ്റ്റി കുറേ കാലം ഏകദേശം 3 വർഷത്തോളം ട്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 2015 മുതൽ 2016 വരെ 1.5 വർഷം 7500, 900 എന്ന ലെവലിലും നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്ത് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് പോയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആ രാജ്യത്ത് കമ്പനികൾ അവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവരുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് സെഗ്മെൻ്റ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സെയിൽസ് ഗ്രോത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മാത്രമാണ് മുന്നോട്ടോ പിന്നോട്ടോ പോകാതിരിക്കുന്നത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെയറുകളിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ സംജാതമാകുകയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ഇൻവെസ്റ്റഡ് ആയിട്ട് ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാവും. അപ്പോൾ അവരെ ആ സ്റ്റോക്കുകളിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച വസ്തുത എന്തായിരിക്കും? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ കമ്പനിയിലെ ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു ബിസിനസ് ലാഭം ഉണ്ടാക്കുമ്പോൾ അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അത് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വീതിച്ച് നൽകണം. അപ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ആകുന്നതോടുകൂടി നമുക്ക് ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് ഒരു ഭാഗത്ത്. അതുകൂടാതെ കമ്പനി അവരുടെ ലാഭവിഹിതം കൊടുക്കുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് ഇൻകവും മറുഭാഗത്ത് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കൃഷിഭൂമി വാങ്ങിയാൽ അതിലെ വിളവുകളാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. എന്നാൽ കൃഷിഭൂമിയുടെ വില ഉയരാതെ വർഷങ്ങളോളം ഇതേപോലെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആശ്വാസം പകരുന്നത് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. തെങ്ങായാലും റബ്ബറായാലും കവുങ്ങായാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമ്മൾ ഡിവിഡൻഡ് പോലെ നമുക്കൊരു ആശ്വാസമായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാകുന്നത് ഇത്തരം സൈഡ് വൈസ് മാർക്കറ്റിലാണ്. അപ്പോൾ 22 വർഷങ്ങളോളം ജപ്പാനിലും 12ഓളം വർഷങ്ങൾ അമേരിക്കയിലും 9ഓളം വർഷങ്ങൾ ചൈനയിലും ഒക്കെ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഡിവിഡൻഡ് ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അവിടെ അവർ ഡിവിഡൻഡ് കുറവ് കിട്ടുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ഡിവിഡൻഡ് അധികം കിട്ടുന്ന സ്റ്റോക്കുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ട്രേഡ്. നമ്മുടെ ഇന്ത്യയിലെ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു സൈഡ് വേസ് മാർക്കറ്റ് ലോങ്ങസ്റ്റ് പീരീഡിലൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഹർഷദ് മേത്ത സ്കാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൂവാണ് നമ്മുടെ മാർക്കറ്റിൽ. അതിന് കാരണം നമ്മുടേത് ഒരു എമേർജിങ് എക്കോണമിയാണ്.
അപ്പോൾ ഒരു എമേർജിങ് എക്കോണമി ആകുമ്പോൾ അതിലെപ്പോഴും വളർച്ചയുടെ പ്രതീക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വികസിത രാജ്യമാകുമ്പോൾ അവിടെ വളർച്ച ഓൾറെഡി അതിൻ്റെ പീക്ക് പോയിന്റിലെത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് ഒരു സാച്ചുറേഷൻ പോയിന്റാണത്. കൂടുതൽ വളരാൻ കുറേ സമയമെടുക്കുന്ന ഒരു സംഭവമായിരിക്കും അത്തരം വികസിത രാജ്യങ്ങളിൽ ഉണ്ടാവുക. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു എമേർജിങ് മാർക്കറ്റിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡായിരിക്കും. എങ്കിലും ഇത്തരം സൈഡ്വേസ് മാർക്കറ്റ് പോകുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത്തരം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും 15 സ്റ്റോക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പോർട്ട്ഫോളിയോയെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് എത്ര കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഒരു വർഷം ഡിവിഡൻഡായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് 5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 5% ആണ്. ഇതുകൂടാതെ നമ്മളൊരു കമ്പനി നല്ല ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു കാര്യമാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അത് ഏകദേശം 30 മുതൽ 60% ആകുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ട് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഈ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ആ കമ്പനി ആ വർഷം ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് അവർ ഡിവിഡൻഡിനായിട്ട് മാറ്റിവെക്കുന്നത്. ആ മാറ്റിവെക്കുന്നതിനെയാണ് നമ്മൾ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കമ്പനികൾ അത് 60 മൂലം 100% മാറ്റിവെക്കാറുണ്ട്. പ്രത്യേകിച്ച് നല്ല ക്യാഷ് ഫ്ലോ ഉള്ള നല്ല ക്യാഷ് റിച്ച് കമ്പനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പണം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കമ്പനികളുണ്ടാവും. നല്ല രീതിയിൽ വളർന്നിട്ട് സാച്ചുറേറ്റ് പോയിന്റിൽ എത്തിയിട്ടുള്ള അത്തരം സ്റ്റോക്കുകൾ അവർ ഫുള്ള് 100% ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. എന്നാൽ 30 മുതൽ 60% ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണ് പൊതുവെ നമ്മൾ നല്ല ഡിവിഡൻഡ് നൽകുന്ന കമ്പനികൾ എന്ന് പറയാറുള്ളത്. കാരണം കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്പനി നല്ലൊരു ഗ്രോയിങ് കമ്പനി എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളൂ. ഇതുകൂടാതെ നമ്മളൊരു കമ്പനി നല്ല ഡിവിഡൻഡ് കമ്പനിയാണ് എന്ന് നോക്കണമെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഹിസ്റ്ററിയും പരിശോധിക്കണം. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ അവർ ഹിസ്റ്റോറിക്കലി ഡിവിഡൻഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ, ആ ഡിവിഡൻഡ് കൂടി വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കണം. അതേപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത് 1-ൽ താഴെയായിരിക്കണം. കാരണം നല്ലൊരു കടമുള്ള കമ്പനി അവരെ കടം വീട്ടാതെ ഈ ഡിവിഡൻഡ് കൊടുക്കാൻ ഇറങ്ങുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല. അതുകൊണ്ട് അത്തരം കമ്പനികൾ നമ്മൾ ഒഴിവാക്കണം. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയുള്ള കമ്പനികൾ മാത്രം പരിഗണിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. നല്ല രീതിയിലുള്ള ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികളായിരിക്കണം. അല്ലാതെ അക്കൗണ്ടിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചിലർ നല്ല ക്യാഷ് ഫ്ലോ കാണിക്കാറുണ്ട്. അത്തരം സ്റ്റോക്കുകളല്ല, ജെന്യുവൻ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികളായിരിക്കണം. പിന്നെ നമുക്ക് ഇവിടെ പരാമർശിക്കുന്ന ഒരു 15 സ്റ്റോക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 9.61 ആണ്. അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 42% ആണ്. കഴിഞ്ഞ 5 വർഷം 13% റിട്ടേണും ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡിവിഡൻഡും റിട്ടേണും അടക്കം നല്ലൊരു റിട്ടേൺ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഈൽഡ് 6% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 49% ആണ്. 5 വർഷം 19% ഒരു ആവറേജ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇതും നല്ല ഒരു റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇനി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഈൽഡ് 5.26 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് 33%. 5 വർഷത്തെ ഒരു റിട്ടേൺ 25% ആണ് ആവറേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതും നല്ലൊരു സ്റ്റോക്കായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ റൈറ്റ്സ് ലിമിറ്റഡ് ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 5.24 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 88% ആണ്. 5 വർഷം നൽകിയ റിട്ടേൺ 10% ആണ്. അപ്പോൾ അടിസ്ഥാനത്തിൽ 15% മുകളിലുള്ള റിട്ടേൺ മൊത്തത്തിൽ ഈ സ്റ്റോക്ക് നൽകിയായിട്ട് കാണാം. ഇനി നമ്മൾ ഗെയിൽ ഇന്ത്യ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആവറേജ് പേ ഔട്ട് 43% ആണ്. ഡിവിഡൻഡ് ഈൽഡ് 4% ആണ്. 18% റിട്ടേൺ കഴിഞ്ഞ 5 വർഷം ആവറേജ് നൽകിയിട്ടുണ്ട്. 22% ഓവറോൾ റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. ഇനി നമ്മൾ നാഷണൽ അലൂമിനിയം കമ്പനി നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് 4% ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 46% ആണ്. 5 വർഷത്തെ റിട്ടേൺ 44% ആണ്. അപ്പോൾ നല്ല റിട്ടേൺ നൽകിയ ഒരു കമ്പനിയാണ് നാൽക്കോ അല്ലെങ്കിൽ ഈ നാഷണൽ അലൂമിനിയം കമ്പനി. 44+ ഡിവിഡൻഡ് ഈൽഡ് ആയിട്ടുള്ള 4 കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം 50% ആവറേജ് റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി NMDC നോക്കുകയാണെങ്കിൽ ഇവിടെ 25% റിട്ടേൺ ആണ് 5 ഇയേഴ്സിൻ്റെ ആവറേജ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 39% ആണ് 3 ഇയേഴ്സിൻ്റെ. ഇത് അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് 3% അപ്പോൾ റിട്ടേണും ഡിവിഡൻഡ് ഈൽഡും ഒക്കെ അടക്കം നല്ല റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണിത്. മറ്റൊന്ന് കാസ്ട്രോൾ ഇന്ത്യ ആണ്.
ഇതിൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% മുകളിലാണ്. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് 3.53 ആണ്. 12% ഒരു ആവറേജ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് 5 വർഷം ഹിസ്റ്റോറിക്കലായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡും ഈ റിട്ടേണും അടക്കം ഏകദേശം 15% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ടെന്ന് കാണാം. അടുത്തത് HCL ടെക്നോളജിയാണ്. ഡിവിഡൻഡ് ഈൽഡ് 3.47 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 87% ആണ്. 5 വർഷത്തെ റിട്ടേൺ 23% ആണ്. മറ്റൊന്ന് SKF India ആണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 3% ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് 57% ആണ്. റിട്ടേൺ 5 ഇയേഴ്സിൻ്റേത് 16.1 ആണെന്ന് കാണാം. മറ്റൊന്ന് ITC ആണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 3.4 ആണ് നമുക്ക് കാണാൻ പറ്റും. ആവറേജ് പേ ഔട്ട് റേഷ്യോ 92% ആണ്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ 19% ഈ സ്റ്റോക്ക് കാണിച്ചതായിട്ട് കാണാം. അതുപോലെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 3.17% ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കഴിഞ്ഞ 3 വർഷത്തേത് 96% ആണ്. 5 വർഷത്തെ റിട്ടേൺ 25% ആണെന്ന് കാണാം. അടുത്തത് ഹീറോ മോട്ടോകോപ്പ് ആണ്. ഡിവിഡൻഡ് ഈൽഡ് 3.15 ആണ്. പേ ഔട്ട് റേഷ്യോ 75% ഉണ്ട്. 5 വർഷത്തെ ആവറേജ് റിട്ടേൺ 13.3 ആണ്. മറ്റൊന്ന് നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ആണ്. നിപ്പോൺ AMC ആണ്. ഇതിൻ്റെ ഒരു ഡിവിഡൻഡ് ഈൽഡ് 3.12 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 95% ഉണ്ട്. 5 ഇയേഴ്സിൻ്റെ ആവറേജ് റിട്ടേൺ 12% ആണ്. അടുത്തത് ടെക് മഹീന്ദ്രയാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 2.68 ആണ്. ആവറേജ് ഡിവിഡൻഡ് പേ ഔട്ട് 96% ആണ്. ആവറേജ് റിട്ടേൺ 16% ആണെന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് 15ഓളം സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠനം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റോക്കുകൾ കണ്ടെത്താം. അതല്ലെങ്കിൽ ഡിവിഡൻഡ് ഓപ്പർച്യൂണിറ്റീസ് 50 NSE ആ ഒരു ഇൻഡെക്സിൽ ഉള്ള സ്റ്റോക്കുകളും പരിശോധിക്കാവുന്നതാണ്. ആ രീതിയിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.